അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നേക്കുന്നത് ഒരു മനുഷ്യ സ്നേഹിയെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. ആ സുഹൃത്തിനെയാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. എൽദോസ് എന്നാണ് ആ സുഹൃത്തിന്റെ പേര്. ഇന്നലെ വെള്ളിയാഴ്ച ജനുവരി 26 റിപ്പബ്ലിക് ഡേയുടെ അന്ന് ജുമാ നിസ്കാരവും കഴിഞ്ഞ് ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി പള്ളിയിൽ നിന്നും പുറപ്പെട്ടു. പള്ളിയിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് വണ്ടിയിൽ സിഗ്നൽ നോക്കുമ്പോൾ പെട്രോൾ ഉണ്ട് എന്ന് തെറ്റിദ്ധരിച്ചു. പരുത്തയിൽ, സൗത്ത് പരുത്തയിൽ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ പൂർണ്ണമായിട്ടും പെട്രോൾ തീർന്നു. വണ്ടി നിന്നു. ഒരല്പസമയവും കൂടി കഴിയുമ്പോൾ അസറിന് ബാങ്ക് വിളിക്കും. പ്രോഗ്രാമിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആശങ്കയിലും പ്രയാസത്തിലും നിന്ന സമയത്ത് തൊട്ടടുത്ത് കണ്ട വീട്ടിലേക്ക് കയറി. വീട്ടിൽ കയറി കുപ്പി എന്തെങ്കിലും സംഘടിപ്പിച്ച് പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്ന് ഒഴിക്കാം എന്നാണ് വിചാരിച്ചത്. അങ്ങനെ വീട്ടിൽ ചെന്നു. ബെല്ലടിച്ചു. വാതിൽ തുറന്നു. വാതിലിന്റെ പിറകിൽ നിന്നും ഒരു സ്ത്രീ ശബ്ദം, എന്താണ് വേണ്ടത്? അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു വഴിയാത്രികനാണ്, പെട്രോൾ തീർന്നു, പമ്പിൽ നിന്നും പെട്രോൾ വാങ്ങുന്നതിന് വേണ്ടിയാണ്, ഒരു കുപ്പിയുണ്ടോ എന്ന് അന്വേഷിച്ചു. വാതിലിന്റെ മറയിൽ നിന്നുകൊണ്ടും ആ സഹോദരി തന്റെ ഭർത്താവിനെ വിളിക്കുകയാണ്. ആ സഹോദരൻ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിക്കാൻ വേണ്ടി ബെഡിൽ കിടക്കുകയാണ്. ഷർട്ട് പോലും ഇടാതെ അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താണെന്ന് കാര്യം അന്വേഷിച്ചു. കാര്യം മനസ്സിലാക്കിയതിനു ശേഷം അദ്ദേഹം ഒരു കുപ്പി എടുത്തു കൊണ്ടുവന്നു. കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് എന്താ ചെയ്തത്? അടുത്ത പെട്രോൾ പമ്പ് വരെ പോകാനുള്ള പെട്രോൾ ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തന്റെ വണ്ടിയിലെ പെട്രോൾ ടാങ്കിൽ നിന്നും പുറപ്പെടുന്ന വയറ് ഊരിക്കൊണ്ട് പെട്രോൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, ഈ പെട്രോളിന്റെ ആ വയറ് ഊരിക്കഴിഞ്ഞാൽ തിരിച്ച് ഫിറ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് അല്ലെങ്കിൽ അത് വണ്ടിക്ക് കംപ്ലൈന്റ് അല്ലേ, അതുകൊണ്ട് ഊരണ്ട എന്ന് പറഞ്ഞപ്പോ അത് ചെവിക്കൊള്ളാതെ, ഞാൻ പറഞ്ഞത് ചെവിക്കൊള്ളാതെ ആ സുഹൃത്ത് പിന്നെയും വലിച്ചു വരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പിന്നെ അങ്ങനെ കുറെ നേരം ശ്രമിച്ചു. ശ്രമം വിഫലമായി. അങ്ങനെ ആ സഹോദരൻ കുപ്പി എടുത്തുകൊണ്ട് പറഞ്ഞു, ഒരല്പം നിമിഷം വെയിറ്റ് ചെയ്യും, ഞാനിപ്പോ തന്നെ പെട്രോളായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ അത് സുഹൃത്ത് പെട്രോൾ വാങ്ങാൻ വേണ്ടി പോയി. 10 മിനിറ്റിനുള്ളിൽ തന്നെ ആ സുഹൃത്ത് പെട്രോളുമായിട്ട് വന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്രയും താമസിക്കാനുള്ള കാരണം മിക്സിംഗ് ഇല്ലാത്ത പെട്രോൾ പമ്പിൽ പോയിട്ടാണ് ഞാൻ പെട്രോൾ മേടിച്ചുകൊണ്ട് വരുന്നത്. തൊട്ടടുത്ത് പെട്രോൾ പമ്പ് ഉണ്ട്, ആ പെട്രോൾ പമ്പിൽ മിക്സിംഗ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് മിക്സിംഗ് ഇല്ലാത്ത മറ്റൊരു പമ്പിൽ പോയിക്കൊണ്ടാണ് പെട്രോൾ വാങ്ങിക്കൊണ്ടുവന്നത്. മിക്സിംഗ് ഉള്ള പെട്രോൾ വണ്ടിക്ക് കംപ്ലൈന്റ് ആവും എന്ന് പറഞ്ഞുകൊണ്ട് ആ സുഹൃത്ത് സന്തോഷത്തോടുകൂടെ തന്നെ എൻ്റെ വണ്ടിയിലേക്ക് പെട്രോൾ ഒഴിച്ച് തന്ന് ഞാൻ സ്റ്റാർട്ടാക്കി അവിടെ നിന്ന് എന്നെ യാത്രയാക്കിയതിനു ശേഷമാണ് ആ സുഹൃത്ത് വീട്ടിലേക്ക് കയറിപ്പോയത്. യാത്രയാകുന്നതിന് മുമ്പ് ആ സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞങ്ങൾ വാടക വീട്ടിലാണ് താമസിക്കുന്നതെന്ന. സർവശക്തൻ സുന്ദരമായൊരു ഭവനം അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നിലവിൽ വന്നതിന്റെ വാർഷിക ചിന്തയിൽ നാം ഓരോരുത്തരും നിൽക്കുന്ന സമയത്ത് ഉണ്ടായ ഈ സുന്ദരമായ അനുഭവം എനിക്ക് വല്ലാത്തൊരു സന്തോഷം നൽകി. ഞാൻ നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ആ സുഹൃത്തിനോട് യാത്ര പറഞ്ഞിറങ്ങുകയാണ് ചെയ്തത്. ഇവിടെ ബഹുമാനികളെ, നാം ചിന്തിക്കേണ്ടത്, വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും പേരിൽ പലരും പലതും പ്രചരിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നൂറുകണക്കിന് ഇതുപോലുള്ളതായ കഥകൾ പലർക്കും പറയാനുണ്ടാകും. ഇപ്പോൾ ഇവിടെ എൽദോസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ഒരു സഹോദരനാണ്. അതുപോലെ തന്നെ ഹിന്ദു സഹോദരങ്ങൾ സഹായിച്ചതിന്റെ ചരിത്രം നമുക്ക് പറയാനുണ്ടാവും. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾ തന്നെ ക്രിസ്ത്യാനിയായ സഹോദരനെയും ഹിന്ദു സഹോദരനെയും സഹായിച്ച കഥകൾ പറയാനുണ്ടാവും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദുക്കൾ ക്രിസ്ത്യൻ സഹോദരങ്ങൾ ഹിന്ദുക്കളെയും, അങ്ങനെ നമുക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും. അതൊന്നും തന്നെ പൊതുസമൂഹത്തിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. പൊതുസമൂഹത്തിലേക്ക് വരുന്നത് എന്താണ്? വർഗീയതയുടെയും തീവ്രവാദത്തിന്റെയും കഥകൾ മാത്രമാണ്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ്? മതത്തിന്റെ പേരിൽ കേരള ജനത ഭിന്നിച്ചു നിൽക്കുകയാണ് എന്ന ചിന്താഗതിയിലേക്ക് എത്തുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ ഭൂരിപക്ഷവും മനുഷ്യ സ്നേഹികളാണുള്ളത്. നമുക്കിടയിലുള്ള ഈ സ്നേഹവും സൗഹാർദ്ദവും എന്നെന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി എൽദോസ് എന്ന് പറയുന്ന പ്രിയ സുഹൃത്തിനും കുടുംബത്തിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.